ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ PM കേസ് ഫണ്ടിനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. അനുവട്ട നിലവിൽ എന്തൊക്കെയാണ് കോൺഗ്രസ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ആകെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച തുകയുടെ പകുതിയിലധികവും BJPക്കാണ് കിട്ടിയത്. ഇത് ED റെയ്ഡിന് പിന്നാലെ, അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾക്ക് പുതിയ കോൺട്രാക്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെ ഒക്കെയാണ് ഈ പണം BJPയുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. മാത്രമല്ല, മറ്റു ചില പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് അടുത്ത സമയങ്ങളിൽ മാത്രം പണം ലഭിച്ചപ്പോൾ BJPക്ക് കൊല്ലത്തിലെ എല്ലാ സമയവും പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടിലേക്ക്. ഇത് വലിയ അഴിമതിയാണ് എന്ന നിലയിലുള്ള വിലയിരുത്തലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് പറയുന്നു ഈ ഇലക്ട്രൽ ബോണ്ട് പോലെ തന്നെയാണ് PM കേസ് ഫണ്ടുമെന്ന്. ഏതാണ്ട് 12,000 കോടിയിലധികം രൂപ ഇത്രയും കാലത്തിനിടയിൽ PM കേസ് ഫണ്ടിൽ വന്നു എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഔദ്യോഗിക വിവരം നമുക്കാർക്കും മുന്നിലില്ല. കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ അത് പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, വിവരാവകാശ നിയമത്തിന് പുറത്താണ് ഈ ഒരു സംവിധാനം നിൽക്കുന്നത്. അപ്പോൾ തന്നെ CAGയുടെ ഓഡിറ്റുമില്ല. എന്തായാലും ഇത്ര വലിയ പണം വരുന്ന ഒരു സംവിധാനമായിട്ട് പോലും യാതൊരു മേൽനോട്ടവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആക്സസ് കിട്ടുന്ന ഒന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര സർക്കാരിന് പ്രീതിപ്പെടുത്താൻ ചില ആളുകൾക്ക് പണം നൽകാനും ഒക്കെ പറ്റുമെന്നാണ് കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം. ഈ കോവിഡ് മഹാമാരി സമയത്ത് പെട്ടെന്നൊരു അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടിയിട്ടാണ് PM കേസ് ഫണ്ട് രൂപീകരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ വീഴ്ചകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഇതിന് CAG ഓഡിറ്റോ അതല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിന് അകത്തോ അല്ല ഈ ഒരു ഫണ്ട് എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കോൺഗ്രസ് പറയുന്നത് പ്രധാനമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ പല കമ്പനികൾക്കും പണം നൽകാൻ കഴിയും, ഈ ഒരു സംവിധാനത്തിലേക്ക് പണം നൽകാൻ കഴിയും. അതിനുശേഷം വേണമെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റുകൾ ലഭിക്കാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും പദ്ധതികൾ ലഭിക്കാം. BJPയോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ അരുണാചൽ പ്രദേശിലും ഒപ്പം തന്നെ സമീപത്തൊക്കെ ഈ ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാർ തമ്മിൽ പ്രശ്നം നിൽക്കുന്ന സമയത്ത് ചൈനയിലെ ചില കമ്പനികൾ പേരെടുത്ത് പറയുന്നുണ്ട്. ടിക്ടോക്ക് 30 കോടി രൂപ PM കേസ് ഫണ്ടിലേക്ക് കൊടുത്തു. ഇന്ത്യയിൽ പ്രത്യേകിച്ചും അതെ. ഷവോമി 10 കോടി രൂപ കൊടുത്തു. വാവെ 7 കോടി രൂപ കൊടുത്തു. OnePlus 1 കോടി രൂപ കൊടുത്തു. ഇതൊക്കെ ചൈനീസ് കമ്പനികളാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ വലിയ കോർപ്പറേറ്റുകൾ, റിലയൻസ് 500 കോടി രൂപ കൊടുക്കുകയാണ്. JSW ഗ്രൂപ്പ് 100 കോടി, അദാനി ഗ്രൂപ്പ് 100 കോടി, ഒപ്പം തന്നെ Paytm 500 കോടി രൂപ കൊടുക്കുന്നു. ഇവർക്കൊക്കെ ഇത്രയും തുക കൊടുക്കുമ്പോൾ എന്താണ് തിരികെ കിട്ടുന്നത് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്, ഈ യാതൊരു ഓഡിറ്റുമില്ല. കോർപ്പറേറ്റ് കമ്പനികൾക്ക് സഹായം ലഭിക്കാൻ പ്രധാനമന്ത്രിയെ പ്രീതിപ്പെടുത്താം, അല്ലെങ്കിൽ മറ്റു കമ്പനികൾക്ക് സഹായം ലഭിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ യാതൊരു കണക്കുമില്ല തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ കണക്ക് കൂടി പുറത്തു വന്നാൽ ആരൊക്കെ സർക്കാരിനെ പ്രീതിപ്പെടുത്തിയെന്നും അവർക്കൊക്കെ അതിനുശേഷം പിന്നീട് എന്ത് ഗുണം ലഭിച്ചു എന്നും അറിയാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ഇലക്ട്രൽ ബോണ്ട് പോലെ തന്നെ വിഷയം ഉയർത്തിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്ന ഒരു കാര്യം.